ഹിന്ദു വോട്ടുകൾ ലക്ഷ്യം വെച്ച് മാത്രമാണ് ഈ ഒരു ആഗോള സംഗമം അയ്യപ്പ സംഗമം നടത്തുന്നതെന്ന ആരോപണം BJPയും കോൺഗ്രസും തുടർച്ചയായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഞാൻ അതിനൊരു മറുചോദ്യം ചോദിക്കട്ടെ. നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മണ്ഡല മകരവിളക്ക് മഹോത്സവം 70 ദിവസമാണ്. ആ 70 ദിവസത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവം കഴിഞ്ഞ വർഷം നിങ്ങൾക്കറിയാം 54 ലക്ഷം പേരാണ് അവിടെ വന്നത്. ഒരു പരിഭവമോ പരാതിയോ ഉണ്ടായില്ലല്ലോ. സംതൃപ്തമായ ശബരിമല തീർത്ഥാടന കാലമായിരുന്നല്ലോ. ആ സമയത്ത് ഞങ്ങളുടെ ദേവസ്വം ബോർഡിൻ്റെ കഴിവുകൊണ്ട് മാത്രമാണോ ഇത് നടത്താൻ സാധിക്കുന്നത്? അതൊരു വളരെ ഗംഭീരമായി നടത്താൻ സാധിച്ചത് കേരളത്തിൻ്റെ സർക്കാരിൻ്റെ പിന്തുണ ഉള്ളതുകൊണ്ടല്ലേ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2 തവണയാണ് അതുമായി ബന്ധപ്പെട്ട് അവലോകന യോഗം വിളിച്ചത്. ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ എത്ര തവണയാണ് ഇതുമായി ബന്ധപ്പെട്ട് മീറ്റിംഗ് വിളിച്ചത്? എല്ലാ വകുപ്പ് മന്ത്രിമാരും. അങ്ങനെ ഏതാണ്ട് എല്ലാ വകുപ്പുകളുടെയും ഏകോപനത്തിലൂടെയാണ് നമ്മൾ ഈ ശബരിമല തീർത്ഥാടന കാലം നടക്കുന്നത്. ആ തീർത്ഥാടനത്തിൻ്റെ അതേ രീതി തന്നെയാണ് ഇവിടെ ഉള്ളത്. ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിലാണ്, പക്ഷേ ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടിയാണ്. അങ്ങനെയല്ലേ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. വിദേശത്ത് നിന്നും ഒക്കെ സ്വദേശത്ത് നിന്നുമായി ഒട്ടേറെ 10,000-3000 പേരെ ഇവിടെ പങ്കെടുപ്പിക്കുമ്പോൾ അത് സർക്കാരിൻ്റെ സഹായമില്ല നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കുമോ? അതിൽ പോലീസിൻ്റെ കാര്യത്തിൽ, ക്രൗഡ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും, പിന്നെ ആരോഗ്യരംഗത്തായാലും, സാമ്പത്തിക രംഗത്തായാലും, എല്ലാ മേഖലയിലും നമുക്ക് സർക്കാരിൻ്റെ സഹായം വേണ്ടേ? സർക്കാരിൻ്റെ സഹായമില്ലാതെ ദേവസ്വം ബോർഡിന് മാത്രം കൂട്ടാൻ പറ്റുന്ന ഒന്നാണോ ഇത്?